ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. LDCയുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. PSCയുടെ പുതിയ പരീക്ഷാ ശൈലിയിൽ നടന്ന 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ശേഷം LDC, LGS, സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ICDS സൂപ്പർവൈസർ, ബൈൻഡർ, ഫീൽഡ് വർക്കർ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നൊക്കെയുള്ള പരീക്ഷകളുടെ മെയിൻ പരീക്ഷകൾ നടന്നിരുന്നു. അതിൻ്റെ വാല്യുവേഷൻ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. അതിൽ ആദ്യമായി LDCയുടെ ഷോർട്ട് ലിസ്റ്റ് ഫെബ്രുവരി അവസാനത്തോടു കൂടി PSC പുറത്തിറക്കുമെന്ന് ഉള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ ഈ ഒരു വ്യാപന സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി മാർച്ച് ആദ്യവാരത്തിലേക്ക് വരെ ആകാനുള്ള സാധ്യതയുണ്ട് PSCയുടെ ഷോർട്ട് ലിസ്റ്റിൻ്റെ LDC ഷോർട്ട് ലിസ്റ്റ് പുറത്തിറക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതുകൂടാതെ മുൻ ലിസ്റ്റിൽ എത്ര പേർക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ലിസ്റ്റ് 2021 ഓഗസ്റ്റ് 4 റദ്ദായിരുന്നു. ഇപ്പോൾ നിലവിൽ LDC ലിസ്റ്റുകളില്ല. നമുക്ക് മുൻ ലിസ്റ്റിലെ ശുപാർശയൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്കായി നിയമന ശുപാർശ നടത്തിയത് 1430 പേരെയാണ്. കൊല്ലത്ത് 827 പേരെയും, പത്തനംതിട്ട 576 പേരെയും, ആലപ്പുഴ 646 പേരെയും, കോട്ടയം 860 പേരെയും, ഇടുക്കി 587 പേരെയും, എറണാകുളം 1146 പേരെയും ശുപാർശ ചെയ്തു മുൻ ലിസ്റ്റിൽ. തൃശ്ശൂരിൽ 1067 പേർ, പാലക്കാട് 969, മലപ്പുറം 1016, കോഴിക്കോട് 1002, വയനാട് 358, കണ്ണൂർ 983, കാസർഗോഡ് 533. അങ്ങനെ 12,000 പേരുടെ നിയമന ശുപാർശയാണ് മുൻ ലിസ്റ്റിൽ നിന്നും നൽകിയിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, 1430 പേർ. ഏറ്റവും കുറച്ച് ശുപാർശ നടത്തിയത് വയനാട് ജില്ലയിലേക്കാണ്, 358 പേർ. 1000 മുകളിൽ നിയമന ശുപാർശ നൽകിയ ജില്ലകൾ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നിവയാണ്. അങ്ങനെ 12,000 പേരുടെ നിയമന ശുപാർശയായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ അയച്ചിരുന്നത്. ഇപ്പോൾ ഈ ലിസ്റ്റ് പുറത്തു വരുന്നതിന് മുമ്പ് നിലവിലുള്ള ഇതുവരെയുള്ള ഒഴിവുകൾ എത്രയാണെന്ന് നോക്കാം. തിരുവനന്തപുരം 50 ഒഴിവുകൾ, കൊല്ലം 55, പത്തനംതിട്ട 31, ആലപ്പുഴ 23, കോട്ടയം 31, ഇടുക്കി 21, എറണാകുളം 89, തൃശ്ശൂർ 48, പാലക്കാട് 42, മലപ്പുറം 43, കോഴിക്കോട് 38, വയനാട് 15, കണ്ണൂർ 32, കാസർഗോഡ് 16 എന്നിങ്ങനെ 534 ഒഴിവുകൾ നിലവിൽ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ PSCയുടെ LDCയുടെ ഈ ലിസ്റ്റ് വരുന്നതോടുകൂടി ഷോർട്ട് ലിസ്റ്റ് ഫെബ്രുവരി അവസാനം വരുമെന്നും മാർച്ച് അവസാനത്തോടുകൂടി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമെന്നും ഏപ്രിലോടുകൂടി നിയമനങ്ങൾ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ ഒമിക്രോണിൻ്റെ വ്യാപനം എത്രത്തോളം ഡിലേ ചെയ്യിക്കുമെന്നറിയില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ആ നിയമനവുമായി വരുമ്പോൾ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒഴിവുകൾ നിലവിലുണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഉയർന്ന റാങ്കുകാർക്ക്, ഒരു 100 വരെയൊക്കെയുള്ള റാങ്കുകാർക്ക് തുടക്കത്തിൽ തന്നെ നിയമനം ലഭിക്കുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതോടൊപ്പം തന്നെ LDCയുടെ ഷോർട്ട് ലിസ്റ്റ് ചെറുതാകുമെന്ന്, അത് വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുള്ളൂ എന്ന രീതിയിലുള്ള ആശങ്ക ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അതിന് ഉപോത്ബലകമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത്. ഈ അടുത്ത കാലത്ത് വന്ന പല ലിസ്റ്റുകളിലും വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിയമനം നടന്നതിനോട് അടുത്തുള്ള ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ചില ഷോർട്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത്തരമൊരു സമീപനം LDCയിലും തുടരുകയാണെങ്കിൽ ഒരേ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെ LDC, LGS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നൊക്കെയുള്ള ലിസ്റ്റുകൾ ഉൾപ്പെടുന്നത് കൊണ്ട് NJD ഒഴിവുകൾ ഒരുപാട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ സാലറി ഉള്ള അല്ലെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായ ജോലികളിലേക്ക് ആളുകൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ കൂടുതൽ ആളുകൾ ഇപ്പോൾ +2ൻ്റെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഗ്രിയുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെ പഠിച്ച് അതിൻ്റെ നിലവാരം ഉയർത്തിയ ആളുകൾ തന്നെയാണ് എല്ലാ ലിസ്റ്റുകളിലും പ്രധാനമായും ഉൾപ്പെടാനും സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രിലിംസ് മെയിൻ പരീക്ഷാ രീതികൾ ഈ ഒരു അർത്ഥത്തിൽ പരാജയപ്പെടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.
PSCനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ PSCക്കും ഗവൺമെൻറ്റിനും ആശ്വാസമാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരത്തിന് ഇറങ്ങില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുത്താൽ മതി. അതുവഴി നിയമനം കുറയ്ക്കാൻ കഴിയും എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജാണ്. അത് കഴിഞ്ഞ് ലിസ്റ്റുകളൊക്കെ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ താൽക്കാലിക നിയമനത്തിന് അരങ്ങൊരുങ്ങാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന ലിസ്റ്റുകൾ, പ്രധാന തസ്തികകളിലേക്കുള്ള ലിസ്റ്റുകളെങ്കിലും അത്യാവശ്യം ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നവും പ്രതീക്ഷയും ഇല്ലാതാവും. ഇതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഉദ്യോഗാർത്ഥികളും ഇതേ ആശങ്ക തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിനൊന്നും ഒരു നല്ല രീതിയിലുള്ള പ്രതികരണമല്ല ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.